എത്ര പഠിച്ചിട്ടും പഠിച്ചതെല്ലാം മറന്നു പോകുന്നു, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ യെസ് എന്നും, നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കമൻറ്റ് ബോക്സിൽ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ. പഠിച്ചത് മറന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഒന്ന് പ്രോപ്പർ റിവിഷനും, രണ്ടാമത് ആക്റ്റീവ് റീകോളും. നിങ്ങൾ പരമാവധി സമയമെടുത്ത് 5-6 മണിക്കൂർ എടുത്ത് പഠിക്കുന്നുണ്ടാകാം, പക്ഷേ ആ പഠിച്ച കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ റിവൈസ് ചെയ്യുന്നില്ല, ആക്റ്റീവ്ലി റീകോൾ ചെയ്യുന്നില്ല. നിങ്ങൾ പ്രോപ്പർ റിവിഷൻ നടത്തുകയാണെങ്കിൽ, ആക്റ്റീവ്ലി റീകോളിംഗ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ എപ്പോഴും ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ആക്റ്റീവ് റീകോൾ എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് റീകോളിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയച്ചു തരാം. അപ്പോൾ ഈ ആക്റ്റീവ് റീകോളും പ്രോപ്പർ റിവിഷൻ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ആക്റ്റീവ് റീകോൾ നിങ്ങൾ ചെയ്യുന്നതിനും പ്രോപ്പർ റിവിഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ആ ടോപ്പിക്ക് പഠിച്ചിരിക്കണം. ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് റിവൈസും റീകോളും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ തിങ്കളാഴ്ച ഒരു ടോപ്പിക്ക് പഠിച്ചു. നിങ്ങൾ തിങ്കളാഴ്ച കഷ്ടപ്പെട്ടിട്ട് ഒരു ടോപ്പിക്ക് പഠിച്ചു വിചാരിക്കുക. ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച നിങ്ങൾ അത് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അതായത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കണം. വെള്ളി, ശനി, ഞായറാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണം, അത് റീകോൾ ചെയ്യണം, അതായത് ഓർത്തെടുക്കണം. റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നോട്ട് ബുക്കിൻ്റെ സഹായത്തോടു കൂടി നോക്കി വായിക്കുകയാണ് നിങ്ങൾ റിവിഷൻ ചെയ്യുക. പക്ഷേ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാതെ നമ്മുടെ തലച്ചോറിൽ എന്താണോ ഉള്ളത് അതിന് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന പരിപാടിയാണ് എന്ത്, ആക്റ്റീവ് റീകോൾ. അപ്പോൾ നിങ്ങൾ ഒരു 3 ദിവസത്തെ ഗ്യാപ്പിൽ പ്രോപ്പർ റിവിഷനും 7 ദിവസത്തെ ഗ്യാപ്പിൽ ആക്റ്റീവ് റീകോൾ നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ തിങ്കളാഴ്ച പഠിക്കുന്ന കാര്യങ്ങൾ ഒരു 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഒരു 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾ റീകോളും ചെയ്യണം. ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല, എപ്പോഴും ഓർത്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഇനിയും നിങ്ങൾ സെറ്റാക്കാതിരിക്കരുത്. ഇനിയും നിങ്ങൾ പ്രോപ്പർ റിവിഷനും ആക്റ്റീവ് റീകോളും ചെയ്യുന്നില്ല, ഇത് രണ്ടും ചെയ്യാതെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പഠിച്ചത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്.